മോഡലിൽ കമുന്ന് നിന്ന് കാലും കളത്തി കവച്ച് വെച്ച് പശുമ്പെ പോലെ തൊഴിക്കണ മനുഷ്യ ആരാന്ന് മനസ്സിലായോ നിങ്ങക്ക്? നാഗമാണിക്യം, ക്ഷമിക്കണം, ബെല്ലാരി നാഗ. ബെല്ലാരി നാഗ, ബംബോലെ കാളിംഗ നാഗ, നാഗ ബള്ളാരി നാഗ. നല്ല പേര്. അപ്പൊ പുള്ളേ, നമ്മൾ അളുവ കുഞ്ചി നാഗയുടെ ആദ്യത്തെ ഇൻട്രോ സീനാണിത്. ചാച്ചി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. നിങ്ങളല്ല പറഞ്ഞെന്ന്. നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഞാൻ അങ്ങേരെയാണ് പറഞ്ഞെന്ന്. അങ്ങേരെ പേര് നാഗ, നിങ്ങളെ പേര് നാഗയാണെന്ന്. മറ്റേല കണക്ക് തന്നെന്ന്. ആദ്യം അടി പിന്നെ പാച്ചി എന്ന ഡയലോഗൊക്കെ അടിച്ച് മുഴക്കിയതിന് ശേഷം ഉണ്ടബായി പിച്ചാമരണ് ബെല്ലുബായിനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ ബെല്ലുബായി പിന്നെ മാങ്ങ പറിക്കാൻ പോവോ? അണ്ണനും കൊടുക്കുന്നു ഉണ്ട എണ്ണന്മാർക്കിട്ട് മൂക്കാമണ്ട പുളക്ക. മലയാളത്തിലെ കണക്ക് അത്ര ക്വാളിറ്റി ഒന്നും വരുത്തിയിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇതവിടെ മുണ്ണാക്കും. എന്നാ മോനെ അങ്ങോട്ടൊന്ന് നോക്കിയാണ്ടാ. കൊടയും പിടിച്ചോണ്ടിരിക്കുന്ന മരകഷ്ണത്തിന് സ്വന്തം അനിയനെ പോലെ എടുത്തു വളർത്തുന്ന അന്വേഷണ തുമ്മന്മാരിടിച്ച് പരിപ്പാക്കാൻ വരുമ്പോഴും തല നനയാതിരിക്കാൻ കൊടയും പിടിച്ചോണ്ടിരിക്കും നീ കൊടേശ്വരൻ. മരമേ പ്രതിമ പോലെ നിൽക്കാതെ കൊടയും മടിയും കളഞ്ഞിട്ട് കയറി അടിക്കാൻ നോക്കടാ കേണേ. ഇല്ലെങ്കിൽ ആ വയ്യാത്ത കിളവനെ ഇടിച്ച് കൊല്ലൂന്ന് പോടാരുക്ക. എവിടെ അടിക്കേ? മഴ തീരണത് വരെ അവൻ അനങ്ങിയിട്ടില്ലെന്ന്. കല്ല് വിഴുങ്ങിയത് കണക്ക് അങ്ങേരെ ബാക്കിന്ന് കൊടയും പിണിച്ചോണ്ട് നടന്നെന്ന്. ഇനിയിപ്പൊ ഇല്ലോളം അങ്ങേരെ തല നനഞ്ഞ് പനിയ ജലദോഷം അങ്ങനെ മഞ്ഞാല. ഓ ആത്മാർത്ഥ കുഞ്ചിലോ. അവസാനം മഴയെല്ലാം തീരണ വരെ കാത്തിരുന്നിട്ട് ശരീരം അനങ്ങാതിരിക്കാൻ വിഴുങ്ങിയ മരത്തടി കഷ്ണം തുപ്പിയിട്ട് അടി തുടങ്ങുന്നവൻ. അപ്പൂപ്പന് സന്തോഷായട മക്കളെ, നിന്റെ കാലും കയ്യൊക്കെ ഒന്ന് അനങ്ങിയല്ല, അത് മതി. നിങ്ങൾക്ക് മലയാളത്തിലും റഹ്മാൻ എണ്ണ ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി പുള്ളേ, തെറ്റി. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് നമ്മൾ ആശാന് കൊടുത്തിരിക്കുന്നത്. ആശാന് വേണ്ടി മാത്രം ഒരു ആഷ്കൻ സീൻ. അത് മാത്രമല്ല, വലിയൊരു വിജൃംഭിച്ച ഉടനീളൻ സോങ്ങും. അത് പണഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതിലും മറ്റതിലെ പോലെ അതേ ആഷ്കൻ സീൻ ഉണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മറ്റേതിലെ പോലെ റഹ്മാനെ ഇടിച്ച് പരിപ്പിളക്കണ പോലത്തെ ഐറ്റംസ് തന്നെ ഇതിലും കാണുമെന്ന്. സോറി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതില് അങ്ങനെ ഒരു ഇതില്ല. ഒരൊറ്റ കമുത്തല് മാച്ചണ അങ്ങേരെ കൊണ്ട് ഇടിപ്പിക്കുമെന്ന്. ബാക്കി എല്ലാം ബെല്ലാരി നാഗ തന്നെ വലിയ കൊണാണ്ടനെ പോലെ ഏറ്റെടുക്കുമെന്ന്. ഇങ്ങേര് കന്നഡയിലെ ഭയങ്കര സൂപ്പർ സ്റ്റാർ അല്ലേടേ. ഇനിയിപ്പൊ മറ്റം മേടിച്ച് അവൻ അങ്ങ് മെയിൻ ആയാല. അതുകൊണ്ട് ഞാൻ മതി, നീ കൂടുതലും ഉണ്ടാക്കണ്ടെന്ന്. നമ്മുടെ നാടെന്താ ഇങ്ങനെ ആയിപ്പോയത്? എന്നാ പിന്നെ നിങ്ങൾക്ക് അവന്റെ മെഴുക് പ്രതിമ ഉണ്ടാക്കി അടുത്ത് നിർത്തിയാ പോരായിരുന്നടേ. അതാകുമ്പോ അനങ്ങയില്ല തിരിയേയില്ലെന്ന്. തലയിൽ ഒരു തിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറണ്ട് പോകുമ്പോ മെഴുകുതിരിയായിട്ടൂടെ ഉപയോഗിച്ചേനെ ആ പാവം ചെണുക്കൻ എങ്ങേരി. അത് കഴിഞ്ഞ് നമ്മുടെ ബെല്ലാരി നാഗ തള്ളയെ കാണാൻ വീട്ടിൽ വരുന്നു. പിന്നെ നടക്കുന്നത് കണ്ണാടി വെച്ചുള്ള പ്രപഞ്ച കോമഡികൾ. നമ്മളങ്ങ് ചിരിക്കണം എവന്റെ കോപ്രായങ്ങൾ കണ്ടിട്ട്. എവന്റെ ഈ ഞെരിപിരിയൽ കോമഡിയെ കാട്ടി എനിക്ക് കോമഡിയായിട്ട് തോന്നിയത് ഈ ഒരു കാര്യമാണെന്ന്. തള്ളയും മോനും വളർത്തിയ തന്തേനെയും കണ്ടു കഴിഞ്ഞാൽ ഒരേ പ്രായം കണക്ക് തോന്നുന്നു. അത് മാത്രമല്ലെന്ന്, ഈ കണത് ഇങ്ങേരെ കൊച്ചുമോളൊന്നും അല്ല, പത്മപ്രിയയ്ക്ക് വരെ വന്ന അണ്ണന്റെ പേരാണെന്ന്. ഇനി നാഗയണ്ണനെ കുറിച്ച് രണ്ടക്ഷരം പറയണമെന്നുണ്ടെങ്കിൽ ചിരിക്കാനും അണിഞ്ഞൂടാ, കരയാനും അണിഞ്ഞൂടാ, സങ്കടപ്പെടാനും അറിഞ്ഞൂടാ, ദേഷ്യപ്പെടാനും അണിഞ്ഞൂടെന്ന്. എന്തൊരു ചെയ്തു കഴിഞ്ഞാലും മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും വരുത്തൂലെന്ന്. ഇതിലെ സംവിധായകൻ ഒരു പ്രത്യേക രീതിയിലാണ് ഇങ്ങേരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണമെന്ന്. ഇപ്പൊ കരയണ ഒരു സീനാണെന്നുണ്ടെങ്കിൽ ചിരിക്കാൻ പോണേ, അപ്പൊ ഇങ്ങേര് പൊട്ടി പൊട്ടി അങ്ങ് കരയുമെന്ന്. ഇനി ഇപ്പൊ ചിരിക്കണ സീനാണെങ്കിൽ കരയാൻ പറയുമെന്ന്. ഇപ്പൊ കുലുങ്ങി അങ്ങ് ഇക്കിളി വിട്ടെങ്കിൽ ചിരിക്കുമെന്നായി. ಫ್ಯಾಕ್ಟ್ರಿ ಆ ಸಂಪತ್ತಿನ ಮುಂದೆ ಇದೆಲ್ಲ ಏನೂ ಅಲ್ಲ. എന്റെ പൊന്നെണ്ണ, തൊണ്ടയില് പഴം വല്ലതും കുടുങ്ങിയണ്ണ, പഴം. ಬಹಳ ದೊಡ್ಡ സങ്കടപ്പെടുന്നതാണെന്ന്. ನಾನು ಆರಾಮಿದೆ, ಬೇಸಾರಾಮಿದೆ. കണ്ടു കഴിഞ്ഞാൽ തൊണ്ടയെ കുടുങ്ങിയ പഴം വിഴുങ്ങാൻ നോക്കണ പോലെ ഉണ്ട്. ಬರ್ಲ അണ്ണാ, നിങ്ങൾ ആ സാധനം അങ്ങ് വിഴുങ്ങ്. ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാന്ന്. നിങ്ങൾ സമാധാനപ്പെടുക.
എന്താന്ന് അണ്ണന്റെ പി എ കം മാനേജർ കം എന്തൊക്കെയോ കമ്മിനെ പോലീസ് മേമൻ പഞ്ഞിക്കിട്ട് മെഴുകിയെടുത്തതിന് ശേഷം കേസ് കൊടുത്ത അനിയമ്പുള്ളേനെ റിവഞ്ച് ഉണ്ടാക്കാൻ പോണ സീനാണ് ഇത്. അന്നേരം അവിടെയുള്ള ഉണ്ടെണ്ണന്മാരെല്ലാരും അണ്ണനെ പിച്ചാനും മാന്താനും ഒക്കെ ആയിട്ട് വരും. വരുന്നവന്മാരെ അണ്ണൻ കാലുകൊണ്ടും കൈകൊണ്ടും തൊഴുതു വണങ്ങി തൊടുമ്പോ തന്നെ പറന്ന് എയറിലോട്ട് കുതിച്ചോണ്ടിരിക്കുമെന്ന്. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം മിസ്റ്റർ ബില്ലാരി, നിങ്ങളെ കാലിന്റെ ഇടയിൽ കൊടുങ്കാറ്റ് വല്ലതും കയറിയിരിപ്പുണ്ടോ? അല്ല ഈ തൊടുമ്പോ യവന്മാരെല്ലാം ആകാശത്തോട്ട് പറന്നു പോണോണ്ട് ചോദിച്ചാണ്. ഇത് മാത്രോ കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കഷ്ണങ്ങളായിട്ടാണ് ചിന്നിച്ചിതറി പോകുന്നതെന്ന്. അല്ലണ ഒരു ചെറിയൊരു സമൂഹമുണ്ട് കേട്ടാ. യവന്മാരെ കഥവെല്ലാം ചെതലരിച്ചിരുന്നാടെ ഇതേപോലെ 56,000 കഷ്ണങ്ങളായിട്ട് തെറിച്ചു പോവാൻ. വലിയ കോടീശ്വരനാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു പണിക്കാരനെ വിളിച്ച് വീട് ഏൽപ്പിക്കണമായിരുന്നു. കെട്ടുറപ്പില്ലാത്ത തുലിഞ്ഞ വീട്. ദോ ഇല്ല ഇരിക്കണ ഉടുപ്പിടാത്തവനാണ് നമ്മളെ ആശാന് പകരം വന്ന കുറിയൻ. ഇതിലൊക്കെ ഇങ്ങനെ ഒരു ഓളം ഉണ്ടല്ലോ, വില്ലനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞ ആശാൻ ജീവിച്ചു കാണിക്കുമെന്ന്. പക്ഷെ ഇതില് വില്ലനാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ സാഹസ്യ പരമ്പരകളാണെന്ന് അറിയാൻ ഉമ്മര് കാണിച്ചു കൂട്ടിയിരിക്കണത്. 50 മീറ്റർ നീളമുള്ള ചുമന്ന കുറി, നിക്കറേത് വള്ളിയേതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ദിനോസറിന് പാകമായിട്ടുള്ള ഉടുപ്പുകൾ, ചെങ്കണ്ണ്, വെള്ളം മടി, കഞ്ചാവടി, എന്തൊക്കെയോ അടി. ഇത്രയും വേണ്ടി വന്ന ഒരു വില്ലനാണെന്ന് കാണിക്കാൻ വേണ്ടിയവൻ. എന്നിട്ട് നമുക്ക് അവനെ കാണുമ്പോഴത്തേക്കും ചിരി മാത്രമേ വരുന്നോളന്ന്. അതേ കണക്ക് തന്നെ രാജമാണിക്യത്തിൽ മാനസാന്തരപ്പെട്ട് വരണ ഈ ഒരു സീൻ പറയേണ്ട ആവശ്യമില്ലെന്ന്. ഒന്നിനൊന്ന് മെച്ചമായിട്ട് രണ്ടുപേരും തകർത്തടിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഇതിൽ 2 എണ്ണത്തിന്റെ കഴുത്തിൽ ഒരു ബോർഡ് തൂക്കിയിടണം, ഞങ്ങൾ സങ്കടപ്പെടണമെന്ന്. എങ്കിലേ നമുക്ക് മനസ്സിലാവുകളുടെ എണ്ണ നിങ്ങൾ സങ്കടപ്പെടണമെന്ന്. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും ഈ സീൻ കണ്ടിട്ട്. അതെന്തൊരാശാനായി ചെയ്തുകൊണ്ടിരിക്കണത്? ബബിൾക്കം ചോദിക്കണം ഞങ്ങള്. അതിന്റെ മധുരം മൊത്തം കുടിച്ചിറക്കിയെങ്കിൽ ബാക്കി തുപ്പിക്കളെ മാമ, ഇല്ലെങ്കിൽ തൊണ്ടേ കുരുങ്ങി ചത്തുപോകുന്നു നിങ്ങള്. ഓരോരോ പഴം വിഴുങ്ങി എക്സ്പ്രഷൻ ഇട്ടങ്ങ് വന്നേക്കണെന്ന് കാലത്തെ. പിന്നെ ഒരു സമൂഷം കൂടി ഉണ്ട് കേട്ടാ, നിങ്ങളെ കണ്ണിലിരിക്കണ കണ്ണട സൂപ്പറുകൾ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കണടെ മോത്ത്. അല്ല നട്ട പാതിരാത്രി ഇത് ചുമന്നോണ്ട് കണ്ണി വെച്ചിരിക്കുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളന്ന്. കുളിക്കണ സമയത്തെങ്കിലും ഊരി മാറ്റണേ അണ്ണ. ആകെ മൊത്തത്തിൽ ഇതൊരു വെങ്ക്ലാന്തം പിടിച്ച പടമാണെങ്കിലും ഇതിന്റെ ബംഗാളി ഒരു പടം ഉണ്ടെന്ന്. അതിന്റെ മുമ്പിൽ ഈ ഒരു പടം തങ്കത്തിൽ തീർത്ത ഡയമണ്ട് ആണെന്ന്. ഡയമണ്ട് അങ്ങേരെ ഇങ്ങേരെ കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആശാനെ നമ്മൾ പൂവിട്ട് പൂജിക്കുമെന്ന്. അമ്മാതിരത്തെ അപരാധമാണ് അതിൽ കാണിച്ചു വെച്ചിരിക്കുന്ന അങ്ങേര്. രാജമാണിക്യത്തിലും ബെല്ലാരി നാഗയിലും ഇവരാദ്യമായിട്ട് ഓഫീസിലോട്ട് കാലെടുത്ത് വെച്ച് കസേരയിലോട്ടിരിക്കുന്ന ഒരു സീനാണ് ഇത്. ഈ 2 സിനിമയിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇവരത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇത് നേരെ ബംഗാളിയിലോട്ട് വന്നപ്പോൾ യവന് നേരെ കസേരയിൽ ഇരിക്കാൻ പോലും അറിഞ്ഞൂടെന്ന്. അന്തറ നിനക്ക് മൂലക്കുരു വല്ലതും ഉണ്ടോടാ നേരെ ഇരുന്ന? ഇടയിൽ 3 സിനിമയിലും രാജമാണിക്യങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവെന്ന് തന്നെയാണ് വെപ്പ്. എന്നും പറഞ്ഞിട്ട് വിദ്യാഭ്യാസം കുറവുള്ളവരാൾക്ക് കസേര ഇരിക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ കോപ്രായോടെ? ഓ കസേര ഇരിക്കാൻ അറിഞ്ഞൂടെങ്കിലും അവന് കാറ് നല്ലോണം ഇരുന്ന് കുണ്ടിയും വെച്ച് ഓട്ടിക്കാൻ അറിയാൻ കേട്ട. എന്നാ പിന്നെ നിനക്ക് കക്കൂസി ഇരിക്കുന്ന കണക്ക് കുത്തിയിരുന്ന് ഓട്ടിച്ചൂടായിരുന്നടാ കാറ്. അതുകൂടെ കാണുമ്പോഴത്തേക്ക് ആളുകൾ കുണുങ്ങി ചിരിക്കുമായിരുന്നല്ല. രാജമാണിക്യം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് യവനൊക്കെ രാജന്റെ ആസനം ചെയ്തു വെച്ചിരിക്കുന്നു. എടാ ബംഗാളികളെ, ഇതൊക്കെയാണ് ബംഗാളികളെ ശുദ്ധ ഹാസ്യം ഒന്ന്. ഈ ബംഗാളി സാധനത്തിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സുഹൃത്തുക്കളെ, കൊണ്ടുവന്നിരിക്കും. ശരി എന്നാ പോണു. ഞാൻ പോകുന്നു. ബൈ ബൈ.